വൈക്കം സത്യാഗ്രഹ സമയത്ത് സവർണജാഥ സംഘടിപ്പിക്കാൻ ഉപദേശിച്ചത് മഹാത്മാഗാന്ധി. EMS ആദ്യത്തെ കേരള മുഖ്യമന്ത്രി അധികാരമേറ്റ തീയതി 1957 ഏപ്രിൽ 5. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. ജവഹർലാൽ നെഹ്റു ജനിച്ച വർഷം 1889. ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. UN ചാർട്ടർ ഒപ്പുവെക്കപ്പെട്ട വർഷം 1945. ആർദ്രത അളക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1600. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം 1969. പശ്ചിമ ബംഗാളിലെ റെയിൽവേ എഞ്ചിൻ ഫാക്ടറിയുടെ പേര് ചിത്തരഞ്ജൻ. ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി. മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറി. അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചി. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ട്രോപ്പോസ്ഫിയർ. പ്രഥമ ആധുനിക ഒളിമ്പിക്സിന് വേദിയായത് ഏഥൻസ്. ഇന്ത്യൻ റെയിൽവേ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ഡൽഹൗസി. ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് മഹാത്മാഗാന്ധി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയായ ഫീമർ എവിടെയാണ്? തുട. കോളറയ്ക്ക് കാരണമായ അണു ബാക്ടീരിയ. സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത് ഹർഗ്രീവ്സ്. ഇന്ത്യയുടെ പൂന്തോട്ടം കാശ്മീർ. ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ എവിടെയാണ്? ആലുവ. തിരുവിതാംകൂറിൽ കുടിക്കാരി സമ്പ്രദായം അഥവാ ദേവദാസി വ്യവസ്ഥ നടത്തലാക്കിയ ഭരണാധികാരി സേതു ലക്ഷ്മി ഭായ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ ആദ്യമായി സ്ഥാപിച്ച സ്ഥലം തലശ്ശേരി. വിമോചന സമരകാലത്ത് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ ജീവശിഖ ജാഥ ആരംഭിച്ച സ്ഥലം തലശ്ശേരി. ഊഴിയവേലയ്ക്കെതിരെ സമരം നയിച്ചത് അയ്യാ വൈകുണ്ഠർ. ജ്ഞാനപീഠം സ്ഥാപിച്ചത് ശാന്തി പ്രസാദ് ജെയിൻ. കേരളത്തെ ഭ്രാന്താലയമെന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദൻ. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെട്ടത് സമുദ്രഗുപ്തൻ. കേരള ഗവർണറായ ആദ്യ വനിത ജ്വാതി വെങ്കിടാചലം. റിപ്പബ്ലിക് ദിന പരേഡ് ഡൽഹിയിൽ എവിടെയാണ് നടക്കുന്നത്? രാജ്പഥ്. സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി എവിടെയാണ്? ഹൈദരാബാദ്. ചെടികളെ ചെറിയ രൂപത്തിൽ വളർത്തുന്ന കല ബോൺസായ്. ബേക്കൽ തടാകം ഏത് രാജ്യത്ത്? റഷ്യ. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എവിടെയാണ്? തുമ്പ, തിരുവനന്തപുരം. ഇരുമ്പിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖം അനീമിയ. ഗൾഫ് രാജ്യങ്ങളിൽ ദ്വീപ് ബഹ്റൈൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവത്കൃതമായ വർഷം 1885. ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആചാര്യ വിനോബാ ഭാവെ. ലോകത്തെ ഏറ്റവും വലിയ മരുഭൂമി സഹാറ. മനുഷ്യൻ്റെ സാധാരണ രക്തസമ്മർദ്ദം 120/80. ആര്യസമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതി. ഇന്ത്യയിലെ ഒന്നാമത്തെ പൗരൻ പ്രസിഡന്റ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു ഹീമോഗ്ലോബിൻ. ആദ്യത്തെ മലയാള നോവൽ ഇന്ദുലേഖ. അട്ടപ്പാടി ഏത് ജില്ലയിലാണ്? പാലക്കാട്. ഒരു ഗ്രോസ് എത്ര എണ്ണം? 144. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. നാശകാരിയായ നദി എന്നറിയപ്പെടുന്നത് കോസി. ഇന്ത്യയിൽ തേയിലയും കാപ്പിയും കൃഷി ചെയ്യുന്ന പ്രദേശം ദക്ഷിണേന്ത്യ. പാചകം ചെയ്യുമ്പോൾ ധരിക്കാൻ ഏറ്റവും അനുയോജ്യമായ വസ്ത്രം പരുത്തി. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കർണാൽ. ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ന്യൂഡൽഹി. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ഡെറാഡൂൺ. സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഷിംല. സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കട്ടക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേ. 1 ലിറ്റർ ജലത്തിൻ്റെ ഭാരം
1000 ഗ്രാം. അന്റാർട്ടിക്കയോട് ഏറ്റവും അടുത്തുള്ള ഭൂഖണ്ഡം തെക്കേ അമേരിക്ക. റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രധാന നേതാവ് ലെനിൻ. ഹിരാക്കുഡ് അണക്കെട്ട് ഏത് നദിയിലാണ്? മഹാനദി. ജൂഹു ബീച്ച് എവിടെയാണ്? മുംബൈ. ജൂഹു ബീച്ച്. തംസ്-അപ്പ് എന്തുതരം ഉൽപ്പന്നമാണ്? ബിവറേജ്. തംസ്-അപ്പ് എന്തുതരം ഉൽപ്പന്നമാണ്? ബിവറേജ്. ഓട്ടിസ് എന്തുതരം ഉൽപ്പന്നമാണ്? ലിഫ്റ്റ്. കാഡ്ബറീസ് എന്തുതരം ഉൽപ്പന്നമാണ്? മിഠായി. വിവേകാനന്ദ പാറ ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. ബക്കിംഗ്ഹാം കൊട്ടാരം ആരുടെ വസതിയാണ്? ബ്രിട്ടീഷ് മൊണാർക്ക് അല്ലെങ്കിൽ രാജാവ് ഓർ രാജ്ഞി. വൈറ്റ് ഹൗസ് ആരുടെ ഔദ്യോഗിക വസതിയാണ്? US പ്രസിഡന്റ്. ഇന്ത്യയിൽ ആണ്ടിലെ ഏറ്റവും നീളം കുറഞ്ഞ ദിവസം ഡിസംബർ 22. ഗാന്ധിജിയുടെ ജനനം എന്നാണ്? 1869 ഒക്ടോബർ 2. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം അശോക സ്തംഭം. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധൻ. ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രത അളക്കുന്ന ഉപകരണം സീസ്മോഗ്രാഫ്. ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് എന്നറിയപ്പെട്ടിരുന്നത് ഇന്തോനേഷ്യ. താങ്ക് യു.